മണ്ണിൽ പൊഞ്ഞു വിളയിക്കുന്ന ജൈവ കർഷകൻ സലീം കാട്ടകത്ത് അദ്ദേഹത്തിൻ്റെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ പാടത്താണ് ഞാൻ നിൽക്കുന്നത്. സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് സലീം കാട്ടകത്ത് എന്ന അദ്ദേഹത്തോട് തന്നെ ശ്രീനിവാസനും സലീം കുമാറും അതുപോലെയുള്ള സിനിമ ആക്ടേഴ്സ് നല്ലൊരു ശതമാനവും ഈ നല്ല മഞ്ഞൾ എന്നുള്ള നില വെച്ചിട്ട് അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സലീം കാട്ടകത്ത് ജൈവ മഞ്ഞൾ കർഷകൻ. കേവലം 17 വർഷത്തോളമായിക്കൊണ്ട് ഞാൻ മഞ്ഞൾ കൃഷിയിലേക്ക് വന്നിട്ട്. മഞ്ഞൾ കൃഷിയിലേക്ക് വരാനുണ്ടായ കാരണം എനിക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു. ആദ്യം തന്നെ ഒരാസ്പത്രിയിൽ കൊണ്ടുപോയി. ആ ആസ്പത്രിയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തി. അവിടെ നിന്ന് പോന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ അതായിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ശരീരമാകെ വ്രണമാകുക ഇതായിരുന്നു. അങ്ങനെ വേറൊരു ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടെയും ഓപ്പറേഷൻ നടത്തി. 1 മാസം റെസ്റ്റ് കഴിഞ്ഞ് ഇട്ട് നോക്കുമ്പോൾ കാര്യമായിട്ട് പ്രതികളില്ല. അന്ന് വീണ്ടും ചെന്ന ആസ്പത്രി അലോപ്പതി ആയിരുന്നു. അലോപ്പതിക്കാർ പറഞ്ഞു, ഇനി കാര്യമായിട്ട് രക്ഷയൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആയുർവേദത്തിലെ വിദഗ്ധൻ എന്ന് തന്നെ പറയാം, ഇരിങ്ങാലക്കുടക്കാരൻ ഒരു ഡോക്ടർ വന്ന് വിവരങ്ങൾ ഒക്കെ പറഞ്ഞ് അപ്പൊ പഴുപ്പ് ശരീരത്തിൽ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 2 ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പച്ചമഞ്ഞളും നെല്ലിക്കയും കൂടി കഴിക്കാൻ 15 ഗ്രാം പച്ചമഞ്ഞളും 3 നെല്ലിക്കയും ഒരു നേരം, അതേ രൂപത്തിൽ 3 നേരം 15 1 മാസം അല്പം ഭേദം കിട്ടി. അങ്ങനെ എന്തിന് 3 മാസം ഞാൻ തുടർന്ന് കഴിച്ചപ്പോൾ എൻ്റെ വ്രണമെല്ലാം മാറി. അപ്പൊ വ്രണം മാറി വേദനയ്ക്ക് കുറവായി കിട്ടിയപ്പോൾ ഞാൻ ഈ മഞ്ഞൾ കൃഷിയിലേക്ക് ഇറങ്ങി. എനിക്ക് ശമനം തന്നത് മഞ്ഞളിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് ഈ 3 മാസം കൊണ്ട് പലതും ഞാൻ പഠിച്ചു. പലയിടത്തും പോവുകയും അപ്പോൾ അന്ന് ആ ഡോക്ടർ വന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ വളത്തിലോ എൻ്റെ കസ്റ്റഡിയിലോ 1 ഗ്രാം പോലും മഞ്ഞളില്ല. 1 ഗ്രാം ഇല്ല. സഹപാഠികളായ ആൾക്കാർ മഞ്ഞൾ കൊണ്ടുവരികയും നെല്ലിക്ക കൊണ്ടുവന്ന് അങ്ങനെ രോഗശമനമായി കിട്ടി. അങ്ങനെ മഞ്ഞൾ നിർത്തിയില്ല, മഞ്ഞൾ തുടർന്നു കൊണ്ടിരുന്നു. പിന്നെ ഞാൻ മഞ്ഞൾ കൃഷിയിലേക്ക് ഇറങ്ങി. മഞ്ഞളെ കുറിച്ച് പഠിക്കുന്നത് എന്താണത് എന്നുള്ള വന്ന് പല ഭാഗങ്ങളിലും പോയി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ള അന്ന് അന്വേഷിച്ച കൂട്ടത്തിൽ ഞാൻ പോയ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ജൈവ മഞ്ഞൾ എന്ന് പറയുന്ന കർഷകരില്ല. രാസരീതിയിൽ കുറച്ച് മഞ്ഞൾ ഉണ്ടാക്കും, അത് കിട്ടിയതും വന്നതുമായിട്ട് കൊടുത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ശമനം കിട്ടിയത് അതുകൊണ്ടാണ്, മഞ്ഞൾ കൊണ്ടാണ്. വീണ്ടും ഞാൻ ആദ്യ വർഷം തന്നെ 1.5 ഏക്കറിൽ ഞാൻ കൃഷി ചെയ്തു. അതിൽ നല്ല വിളവായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സിനിമാനടൻ ശ്രീനിവാസൻ എൻ്റെ അടുത്ത് വരികയും ശ്രീനിവാസൻ, സലീം കുമാർ ഇങ്ങനെ മുതലായ ആൾക്കാർ വരികയും അവർ മഞ്ഞൾ കൊണ്ടുപോവുകയും പൊതു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ പല അസുഖങ്ങളുള്ള ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ വൈദ്യരുടെ ഡോക്ടറൊന്നുമല്ല, മഞ്ഞൾ കൊണ്ടുപോയിക്കോ, മഞ്ഞൾ ഏത് രോഗത്തിനും നല്ലതാണ്. അങ്ങനെ പലരും അത് കൊണ്ടുപോയി രോഗശമനം ആയിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ പറയും, നിങ്ങൾ മഞ്ഞൾ കൊണ്ടുപോയിട്ട് കാര്യമായില്ല. ഈ കൊടുക്കുന്ന ആദ്യം ഞാൻ എൻ്റെ ഈ മഞ്ഞളിന്റെ പ്രചാരകനായി തീരാൻ വേണ്ടി ശ്രീനിവാസനെ എൻ്റെ നാട്ടിലൊരു പരിപാടിക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ രജിസ്ട്രേഷൻ നടത്തുന്ന ഈ ഫസ്റ്റ് 200 പേർക്ക് 2 കിലോ മഞ്ഞൾ വിറ്റ് ഫ്രീ കൊടുത്ത്, അങ്ങനെ സലീം കുമാറിനെ കൊണ്ടുവന്ന സമയത്തും ഇതേമാതിരി തന്നെ 200 പേർക്ക് 2 കിലോ കൊടുത്ത്, അങ്ങനെ ഞാൻ പരിപാടി നടത്തുന്ന മിക്ക സ്ഥലങ്ങളിലും അതേ രൂപമാണ് മഞ്ഞളിന്റെ പ്രചാരകനാകാൻ ഞാൻ ചെയ്തത്. ഈ ശ്രീനിവാസനും സലീം കുമാറും അതുപോലെയുള്ള സിനിമ ആക്ടേഴ്സ് നല്ലൊരു ശതമാനവും ഈ നല്ല മഞ്ഞൾ എന്നുള്ള നില വെച്ചിട്ട് അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നതരായ പല ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ വന്ന് അതായിട്ട് നോക്കുമ്പോൾ മഞ്ഞൾ കഴിച്ച്
ഉള്ള ആൾക്കാരെ അനുഭവം വരുത്തി പല പല രോഗങ്ങൾക്കും പല അകലുന്ന ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും, ഞാൻ വൈദ്യരെ ഡോക്ടറൊന്നുമല്ല, ഞാൻ മഞ്ഞളിൽ നിന്ന് അല്പം രോഗം മാറി കിട്ടിയതാണ്. അങ്ങനെ വന്നപ്പോൾ ഇന്നത്തെ പ്രാവശ്യം ഞാൻ 5.5 ഏക്കറിൽ ചെയ്തു. 5.5 ഏക്കറിൽ ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല വിളവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുർക്കുമിനെടുക്കുന്ന വൻകിട കച്ചവടക്കാർ വന്നു എന്നോട് മഞ്ഞൾ ചോദിക്കുകയും, ഇല്ല അങ്ങനെ തരാൻ പറ്റില്ല, മറ്റൊന്നും ആയിട്ടല്ല, മഞ്ഞൾ തരണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാൻ അങ്ങനെ കൊടുക്കില്ല. ബിസിനസ്സുകാർക്ക് ഞാൻ ഇന്നേ വരെ എന്റെ മഞ്ഞൾ ഒട്ടും കൊടുത്തിട്ടില്ല. എന്റെ മഞ്ഞളിനുള്ള പ്രത്യേകത, ഞാൻ ഓരോ ആവശ്യക്കാർക്കും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏത് ഭാഗത്തേക്കും ഞാൻ ഇതിൽ അടിച്ചു കൊടുക്കും, പാഴ്സൽ അടിച്ചു കൊടുക്കും. കൊറിയർ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരവിടെ എത്തിച്ച് തരും. അതായിരുന്നു അങ്ങനെ. ഇന്നും അത് തന്നെയാണ് കൊണ്ടാടുന്നത്. പല കച്ചവടക്കാരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ കടകളിൽ വരുന്ന മഞ്ഞൾ എന്ന് പറയുന്നത് ചണ്ടി പൊടിച്ചതാണ് വരുന്നത്. ഇന്ന കച്ചവടക്കാരെ ഞാൻ പറയുന്ന കമ്പനിക്കാര് അതിന്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോക മഞ്ഞളിന്റെ വിപണി പിടിച്ചിറക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാനേജറായ ബെന്നി മാത്യു എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂരിലാണ്. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഇട വന്നു. അദ്ദേഹം എന്റെ മഞ്ഞൾ ചോദിച്ചു. ഇല്ല, മഞ്ഞൾ അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, അങ്ങനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾക്കൊരു ദിവസം നല്ല ടണ്ണ് കണക്കിന് മഞ്ഞൾ വേണം. അപ്പൊ ഇതെന്ത് ചെയ്യും? അതിന്റെ കുർക്കുമീനാണ് ഞങ്ങൾക്ക് മറ്റേ എല്ലാ രോഗങ്ങൾക്കും നന്ദിയുള്ളതാണ് കുർക്കുമീൻ. അപ്പൊ ബാക്കി പിന്നെ ചണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ചണ്ടിയല്ലേ നമ്മുടെ നാട്ടിൽ മഞ്ഞളായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ്, ഞാനും നിങ്ങളും തമ്മിൽ വളരെ അന്തരമുണ്ട്. ഞാൻ മഞ്ഞൾ കർഷകനാണ്, പക്ഷെ ഞാൻ ജനങ്ങൾക്ക് കുർക്കുമീൻ വേർതിരിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ കൊടുക്കുന്ന കുർക്കുമീനോട് കൂടിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പറ്റുന്ന രൂപമല്ല. ജനങ്ങളിലേക്ക് ഈ കുർക്കുമീനോട് കൂടിയ മഞ്ഞൾ കൊടുക്കണം, അതാണ് എൻ്റെ ആശയം. അല്ലേ കടവില് വേറെ നല്ല കട അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടാലോ, അത് പിടിക്കട്ടെ. അതൊക്കെ പിടിച്ചിട്ടില്ല. നല്ല കട എന്തിനാ?
മഞ്ഞൾ വിത്തിറക്കേണ്ടത് വർഷാരംഭത്തിലെ പുതുമഴയാണ് മഞ്ഞൾ വിത്തിറക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും വിത്തിറക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് വിളവെടുക്കുന്നത് ഏകദേശം ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ്. വിത്തിറക്കുന്നത് വാരം കീറ 3 അടി അകലത്തിലുള്ള വാരം കീറി 1.5 അടി പൊക്കത്തിൽ ഉള്ള വാരത്തിൽ 6 ഇഞ്ച് അകലത്തിൽ കുഴി കുത്തിയിട്ട് അടിവളം 200 ഗ്രാം ചാണകപ്പൊടി ഇട്ടുകൊണ്ട് 6 ഇഞ്ച് അകലത്തിൽ വിത്തിറക്കുക. വിത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇളമുറ്റി വന്നു കഴിഞ്ഞാൽ 3 മാസം ചുറ്റുമ്പത്തിനും കിളപറിക്കണം. അപ്പോൾ വീണ്ടും ഒരു വളം ഇടണം. ഏകദേശം 250 ഗ്രാം കോഴിക്കാട്ടം ഇടണം. അതിലല്പം എല്ലുപൊടി ഇട്ടുകൊണ്ട് വിരോധമൊന്നുമില്ല. വിത്തെല്ലാം സുഡാമോണസിൽ മുക്കണം. 4 മാസം കഴിഞ്ഞിട്ട് മഞ്ഞൾ വിത്ത് ഇറച്ചിട്ട് വളം ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെ 4 മാസത്തിനുള്ളിൽ വളം കഴിക്കണം. അപ്പൊ ഏകദേശം 10 മാസം പറയുന്നത് മഴയുടെ വ്യത്യാസം, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അല്പസ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. അങ്ങനെയാണ് 10 മാസമാണ് മഞ്ഞളിന്റെ മൂപ്പ് സമയം വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന മഞ്ഞൾ പ്രദീപ എന്ന് പറയുന്നതാണ്. നാടൻ മഞ്ഞളല്ല, പ്രദീപ. നല്ല വിളവും ഉണ്ട്, നല്ല കളറും ഉണ്ട്, കുറുക്കുമീനും ഉണ്ട് ഉള്ള മഞ്ഞളാണ് ഞാൻ ചെയ്യും. നമ്മുടെ നാട്ടിലെ മഞ്ഞളിനേക്കാൾ കൂടുതലായിട്ട് വിളവ് കിട്ടുന്നതാണ് ഈ പ്രദീപ എന്ന് പറയുന്ന മഞ്ഞൾ. എല്ലാ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും 1 കിലോ മഞ്ഞളെങ്കിലും വിത്തിറക്കി സ്വന്തം മഞ്ഞൾ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരാളും എൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി വാങ്ങാൻ വരുമ്പോൾ ഞാൻ പറയും, ഈ പ്രാവശ്യം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പൊടി വാങ്ങി അടുത്ത പ്രാവശ്യം പൊടി വാങ്ങാൻ വരരുത്, വിത്ത് കൊണ്ടുപോയി നിങ്ങൾ കൃഷി ചെയ്യണം ചെറിയ രൂപത്തിൽ. അങ്ങനെ വന്നാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ എൻ്റെ മഞ്ഞളിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമഞ്ഞളാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വിഭിന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പച്ച വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് ഉണക്കി 15 ദിവസം വരെ തണലിലും വെയിലിലും ഇട്ട് ഉണക്കുന്നതാണ്. വേറെ ഒരു ഐറ്റം എന്ന് പറയുന്ന ആവിയിൽ പുഴുങ്ങും. അടിയിൽ വെള്ളം അതിൻ്റെ മേലെ തട്ട് വെച്ച് അതിൻ്റെ മേലെ മഞ്ഞളിട്ടുകൊണ്ട് ആവി കൊണ്ടാണ് വേവുന്നത്. അത് എടുക്കും. അത് അരിഞ്ഞ് ഉണക്കലിന്റെ രൂപമായിട്ട് ഉണക്കി അതിന്റെ തോലെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ തട്ടിക്കളയും. അങ്ങനെ ഈ മഞ്ഞൾ പോലെ തന്നെ ജൈവ രീതിയിലുള്ള മഞ്ഞൾ കൊണ്ടു ചെല്ലുന്നവരത് മാത്രമാണ് അദ്ദേഹം പൊടിച്ചു കൊടുക്കുന്നത്. എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള സുലൈമാൻ പേരുള്ള ഒരാളാണ് എനിക്ക് ഇപ്പൊ ഒന്ന് പൊടിക്കുന്നതിലൊന്നും യാതൊരു അപാകതയില്ല. വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും പറയാറുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ പൊടിച്ച് കിട്ടുന്ന. ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കടകളിൽ പോയാൽ കുറുക്കുമീൻ എടുത്തു കഴിഞ്ഞിട്ട് ചണ്ടിയാണ് കിട്ടുന്നത്. എന്നിട്ട് അതിന് കളർ കിട്ടാൻ വേണ്ടി പല എസൻസുകളും ചേർക്കുമെന്നാണ് പറയുന്നത്. എൻ്റെത് അതല്ല. എസൻസും മറ്റും ആയിട്ട് യാതൊരു ബന്ധമില്ല നമുക്ക്. അതിന്റെ ഒറിജിനൽ തന്നെയാണ് ജനങ്ങളിലെ എത്തണം. പിന്നെ എൻ്റെ മഞ്ഞൾ ആവശ്യക്കാർക്ക് മാത്രം, വീട്ടാവശ്യക്കാർക്കോ അതുപോലെയുള്ള സാധനങ്ങൾക്കേ കൊടുക്കുള്ളൂ. മൊത്തമായിട്ടൊരു കടക്കാരൻ വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. ഇത് ജനങ്ങൾക്ക് ഞാൻ അനുഭവിച്ച രോഗം മറ്റു ജനങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതോടുകൂടി ഞാൻ ചെയ്യുന്നതാണ്. 1 കിലോ 2 കിലോ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ മഞ്ഞൾ ഇപ്പൊ ഞാൻ പൊടിക്കാൻ വേണ്ട ഒന്നും ചെയ്യണ്ട. പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നേരെ ചോദിക്കുന്ന വൻകടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കാശും കിട്ടും. വേറൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ ചെയ്താൽ എന്നിട്ട് എനിക്ക് രോഗം വന്ന് മഞ്ഞളാണ് ഞാൻ ഇഷ്ടം. ആ ഒരു ബോധം ഉള്ളിലുണ്ടായിക്കൊണ്ടാണ് ഞാൻ ഈ മഞ്ഞൾ കൃഷിയിലേക്ക് ഇറങ്ങിക്കൊണ്ട്. മഞ്ഞൾ കൃഷി നാട്ടിൽ നല്ലൊരു ശതമാനം ആൾക്കാർ എന്നെ കൊണ്ടുപോവുകയും ക്ലാസ് എടുപ്പിക്കുകയും മഞ്ഞൾ കൃഷി ചെയ്യുന്ന രൂപം അവിടെ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പല സംഘടനകളുടെയും എനിക്ക് അവാർഡുകളും അതേപോലെ തന്നെ അനുമോദനങ്ങളും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം തൃശ്ശൂർ വെച്ച് പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഒരു അവാർഡ് ലുലു സെൻറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നല്ലത് എന്ന് തോന്നുന്ന സംഘടനകളുടെയും അതുപോലെയുള്ള ആൾക്കാരിൽ നിന്നും ഒരുപാട് ക്യാഷ് അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലത് എപ്പോൾ ചെയ്താലും നല്ലതാണെന്ന് തെളിവാണ് ഞാൻ എൻ്റെ ജൈവമഞ്ഞളുടെ
ഉദാഹരണം. പിന്നെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരേ ഒരു കക്ഷിയാണ് സിനിമാതനം ശ്രീനിവാസൻ. കാരണം അദ്ദേഹമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയും ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് അദ്ദേഹം പറയും. ഞാൻ പറയുന്നത് പക്ഷേ ശരിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പോയിട്ട് ഇന്നെന്നെ കൃഷി ചെയ്യണം, ഇന്നെന്നെ രൂപം തരണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാ നടന്മാരിൽ നല്ലൊരു ശതമാനവും എൻ്റെ മഞ്ഞൾ ഉപയോഗിക്കുന്ന കൂട്ടരാണ്. പിന്നെ നാട്ടിൽ തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നല്ല ഉന്നതയിൽ കഴിയുന്ന ആൾക്കാരും എൻ്റെ മഞ്ഞളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെനിക്ക് അതിയായ അഭിമാനമുണ്ട്. പിന്നെ എൻ്റെ മഞ്ഞൾ പറ്റില്ല എന്ന് ഇന്നേ വരും ഒരാളും പറയാറില്ല. നാടിൻ്റെ നാനാഭാഗത്തേക്കും കൊറിയറിൽ ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. ഫോൺ നമ്പറും പൈസയും കൊറിയറിൽ അയച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്ത്യ ഒട്ടാകെ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അതനുസരിച്ച് കഴിയുന്നു. പിന്നെ ലാഭം നഷ്ടം എന്നുള്ളത് ബിസിനസ്സിലുള്ളതാണ്. മറ്റുള്ളവരെ കോമ്പറ്റ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. എൻ്റേതായ രൂപത്തിൽ കൂടെ ഞാൻ ചെയ്യും. അത് ജനങ്ങൾക്ക് തൃപ്തികരമാകണം. എനിക്ക് എൻ്റേതായ നിലനിൽപ്പുണ്ടാവണം. ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ.